നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ബ്ലോക്ക് കലോത്സവത്തിൽ ജനപങ്കാളിത്തവും കലാകാരന്മാരുടെ പങ്കാളിത്തവും കുറഞ്ഞത് വിവിധ കാരണങ്ങളെന്ന് കലാകാരന്മാർ. മുൻകാലങ്ങളിൽ കേരള കലോത്സവങ്ങൾ ഒരു നാടിന്റെ ഉത്സവം തന്നെയായിരുന്നു. അന്ന് പ്രായങ്ങൾ ഒരു തടസ്സമായിരുന്നില്ല. ഇന്ന് നാട്ടിലെ കലാകാരന്മാർ തന്നെയാണ് പ്രദേശത്തെ മത്സരങ്ങളിലും പങ്കെടുക്കേണ്ടത്. അത് ക്ലബ്ബ് വാർഷികമായാലും കുടുംബശ്രീ വാർഷികത്തിനും സംഘം വാർഷികങ്ങൾക്കെല്ലാം പങ്കെടുക്കേണ്ടതും ഇവർ തന്നെയാണ്. അതിനാൽ തന്നെ മേക്കപ്പ്, വസ്ത്രം, കോസ്റ്റ്യൂം, വാഹനം തുടങ്ങി നിരവധി ചെലവുകളാണ് വഹിക്കേണ്ടി വരുന്നത്. കേരളോത്സവത്തിനും സ്കൂൾ കലാമേളയിലും ഗ്രേസ് മാർക്ക് ലഭിക്കുന്നത് പോലെ ജില്ലാ സംസ്ഥാന മത്സരങ്ങളിലും ഒന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് PSCയിലെങ്കിലും ഗ്രേസ് മാർക്ക് ലഭിക്കണമെന്ന് പേരാമ്പ്ര ബ്ലോക്ക് കലോത്സവത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. നമ്മളിപ്പോൾ സ്കൂൾ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് ഗ്രേസ് മാർക്ക് എന്ന രീതിയിൽ കിട്ടുന്നതാണ്. അതേപോലെ നമുക്ക് PSCക്ക് ഒരു 5 മാർക്കോ അതേപോലെ എല്ലാവർക്കും പങ്കെടുക്കാനുള്ള ഒരു പങ്കെടുക്കാനുള്ള ഒരു പ്രചോദനമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വാല്യൂ കൊണ്ടുവരുന്നതും അതേപോലെ PSCയിൽ ഒരു 5 മാർക്കോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് പങ്കെടുക്കാനും അതേപോലെ ഇതേപോലെ കേരളോത്സവത്തിന് പങ്കാളിത്തം കൂടാനും വളരെയധികം സ്വാധീനം ചെലുത്തുന്നതാണ്. ഈ ഒരു പരിപാടി സാധാരണ സ്കൂൾ കലോത്സവത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ബ്ലോക്കിൽ നടത്തുന്ന ഒരു പരിപാടിയായതുകൊണ്ട് തന്നെ തീരെ ജനപങ്കാളിത്തമില്ല. ആരും തന്നെ പ്രോഗ്രാമിനൊന്നും പങ്കെടുക്കുന്നില്ല. തിരക്ക് പിടിച്ച കാലത്ത് ബ്ലോക്ക് കലോത്സവത്തിൽ വേണ്ടത്ര പങ്കാളിത്തം ലഭിച്ചില്ല. 24 ഇനങ്ങളിലാണ് സ്റ്റേജ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. പല ഇനങ്ങളില്ല, ഒരാൾ പോലും പങ്കെടുക്കാനെത്തിയില്ല. ഞങ്ങളിവിടെ ബ്ലോക്ക് തല മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. തിരുവാതിരയ്ക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉപകാരങ്ങളൊന്നുമില്ല. അതേ സ്ഥാനത്ത് PSCക്ക് 2-3 മാർക്ക് കിട്ടുകയാണെങ്കിൽ ജനപങ്കാളിത്തം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പങ്കെടുത്ത കലാകാരന്മാരുടെ അടുത്ത ബന്ധുക്കളും സംഘാടകരും മാത്രമായി ഒതുങ്ങി. ഇനി കോഴിക്കോട് ജില്ലാ കേരളോത്സവവും 27, 28, 29 ദിവസങ്ങളിലായി പേരാമ്പ്രയിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.